ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഇമേജ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാമെന്നാണ്. ഓക്കെ, ഞാൻ ഇവിടെ ലോഗോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു നോർമൽ IMG എലിമെന്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് Next.jsനകത്ത് നമുക്കൊരു സ്പെഷ്യൽ ഇമേജ് കോമ്പോണന്റ് ഉണ്ട്. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇമേജ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്, ആ ഒരു കോമ്പോണന്റ് ആണ്. ആക്ച്വലി നമുക്ക് ഇതിന്റെ യൂസ് എവിടെ നിന്ന് വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു ലേസി ലോഡിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഇമേജ് കോമ്പോണന്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള പേജിനകത്ത് മാത്രം ഇമേജ് ലോഡ് ചെയ്ത് കാണിച്ചാൽ മതി, അല്ലാത്ത പക്ഷം കാണിക്കണ്ട. അപ്പോൾ അതിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഒരു ഇമേജ് കോമ്പോണന്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ IMG എന്ന് മാറ്റിയിട്ട് ഇമേജ് എന്ന് പറഞ്ഞൊരു Next/image എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇത് തന്നെ ആയിരിക്കണം നമ്മളിവിടെ IMGക്ക് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ബാക്കി ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ഹൈറ്റും വിഡ്ത്തും SRC ലോഡർ ഫില്ല് അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് തന്നെ റെഫർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടുത്തെ SRC എന്ന് പറയുന്നത് ആക്ച്വലി ഞാനിവിടെ logo.src എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അത് ആക്ച്വലി ഇമേജ് എലിമെന്റ് ആയതുകൊണ്ട് നമ്മുടെ SRC അവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ഫയൽ പാത്താണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇമേജിന്റെ കോമ്പോണന്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ലോഗോ മാത്രം കൊടുത്താൽ മതി, കാരണം ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഇമേജ് കോമ്പോണന്റ് മനസ്സിലാവും, ഇതൊരു ഇമേജിന്റെ ഒബ്ജക്റ്റ് ആണ്, അതിനകത്ത് ഒരു SRC പാത്ത് കാണും. അപ്പോൾ ഞാനിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ലോഡായി വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ് ആയിട്ടായിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ഇമേജ് കോമ്പോണന്റ് എന്ത് ചെയ്യും, ബ്രൗസറിലേക്ക് ഒരു നോർമൽ ഇമേജ് IMG എലമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. ഇതിന് നമ്മൾ ആൾട്ട് കൊടുത്തത്, പിന്നെ ഇവിടെ കണ്ടോ ലോഡിങ് ഈക്വൽ ടു ലേസി ആണ്. സോ ലേസി ലോഡിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഇമേജ് കോമ്പോണന്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാം ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഹൈറ്റും വിഡ്ത്തും ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിവിടെ ഇമേജ് കോമ്പോണന്റിൽ അത് തരും. പിന്നെ അതുപോലെ തന്നെ SRC സെറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇമേജിന്റെ പാത്തും പിന്നെ അതിനകത്തുള്ള ഒരു പ്രത്യേക ഒരു കോഡിനകത്ത് എഴുതിയിരിക്കുന്നത്. സോ ഈ ഒരു ഇമേജ് കോമ്പോണന്റ് വളരെ യൂസ്ഫുൾ ആണ്, പ്രത്യേകിച്ച് നമുക്ക് ലേസി ലോഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യും. ഇപ്പൊ ഇവിടെ നെറ്റ്വർക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് URL, ഈ ഒരു ഇമേജ് ആണ് ഇവിടെ ലോഡ് ആയിട്ടുള്ളത്. ഇതിനകത്ത് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടൊരു ഫോർമാറ്റ് നമുക്ക് തരും. ഇവിടെ .webp എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ആയിരിക്കും നമുക്കിവിടെ തരുന്നത്. കാരണം അതായിരിക്കും നമ്മുടെ ഈ ഇരിക്കുന്നത്, ഈ ഇമേജ് എന്ന് പറയുന്നത് PNG ഫോർമാറ്റ് ആണ്. സോ നമ്മൾ വെബിനകത്തോട്ട് വരുമ്പോൾ അത് WebP നമുക്ക് കൺവേർട്ട് ചെയ്ത് തരും. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇമേജ് കോമ്പോണന്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് കുറച്ച് കസ്റ്റം കോമ്പോണൻസ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അതായത് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ലേഔട്ടിനകത്ത് എനിക്ക് ഇത്രയും സാധനം, അതായത് ഈ ഒരു സാധനം എനിക്ക് ആക്ച്വലി ഒരു കോമ്പോണന്റ്, ഒരു കസ്റ്റം കോമ്പോണന്റിനകത്തോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം ഹെഡറിന് വേണ്ടി. അപ്പം ഞാനിത് എടുത്തിട്ട് കൊടുക്കുക, അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഹെഡറിനകത്ത് ഞാനിവിടെ ഒരു പുതിയൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഹെഡർ background.ts. ഓക്കെ, ഇത് കൊടുത്തിട്ട് ഞാനിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഞാനിവിടെ എക്സ്പോർട്ട് ഡീഫോൾട്ട് ഫംഗ്ഷൻ ഞാനിവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിത് പെട്ടെന്ന് സ്പീഡാക്കാൻ വേണ്ടിയാണ് ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത ലേ ഔട്ടിനകത്ത് ഇത് ഒന്ന് കോപ്പി ചെയ്യാം. കൺട്രോൾ C അല്ല, കൺട്രോൾ X, കൺട്രോൾ V.
ഇത്രയാണ് നമ്മുടെ ഒരു കോമ്പോണന്റ് നമ്മളിവിടെ ലോഡ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് ഇവിടെ സ്റ്റൈൽ ആഡ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലോബൽ ഡോട്ട് സി എസ് എസിനകത്താണ് ഇവിടെ സ്റ്റൈൽ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് ഹെഡർ ബാക്ക്ഗ്രൗണ്ടിന് അതിനൊരു സി എസ് എസ് മോഡ്യൂൾ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ കസ്റ്റം കോമ്പോണന്റിനും നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു സി എസ് എസ് ഫയൽ ഉണ്ടാക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. മോഡ്യൂൾ ഡോട്ട് സി എസ് എസ്. അപ്പോൾ എനിക്ക് ഗ്ലോബൽ ഡോട്ട് സി എസ് എസിനകത്ത് എനിക്ക് വേണ്ടത് ഹെഡർ ബാക്ക്ഗ്രൗണ്ടും പിന്നെ എസ് വി ജി ആണ്. ഓക്കെ, ഇത്രയും സാധനം ഞാൻ കട്ട് ചെയ്തിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എസ് വി ജിക്ക് നമ്മളിവിടെ ഹെഡർ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത എസ് വി ജിയിലേക്ക് വരുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യും. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ മൊഡ്യൂൾ ഒന്ന് ഇമ്പോർട്ട് ചെയ്യണം. സ്ലാഷ് ഹെഡർ ബാക്ക്ഗ്രൗണ്ട് മൊഡ്യൂൾ സി എസ് എസ്. ഈ ക്ലാസ്സസ് ആയിരിക്കും നമ്മുടെ ഇവിടെ ക്ലാസ്സസ് നെയിം. നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ക്ലാസ്സസ് ഡോട്ട് നമ്മളെ ഹെഡർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കും. പക്ഷേ ആക്ച്വലി ഇത് കറക്റ്റ് ഇങ്ങനെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഇത് കറക്റ്റ് ഫോർമാറ്റ് അല്ല. കാരണം ഇവിടെ ഹൈഫൺ ഇരിക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, ഡോട്ട് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇതിനെ പിടിച്ചങ്ങ് റിപ്ലേസ് ചെയ്യും. ഓക്കെ, ഞാനിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു എറർ അടിച്ചത് സിസ്റ്റം കനോട്ട് ഫൈൻഡ് ദ ഫയൽ സ്പെസിഫൈഡ്. കോമ്പോണൻസ് സ്ലാഷ് ഹെഡർ എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. മൊഡ്യൂൾ ബിൽഡ് ഫീൽഡ് സിസ്റ്റം കനോട്ട് ഫൈൻഡ് ദ ഫയൽ. ഓക്കെ, അത് എറർ മാറി. അപ്പം നമ്മുടെ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ഒരു റെഡ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് ആക്ച്വലി വന്നിട്ടില്ല. അത് നമ്മുടെ മോഡ്യൂളിനകത്ത് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ മെയിൻ ഹെഡർ നമ്മളിവിടെ കണ്ടു. ഓക്കെ, ഹെഡർ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളിവിടെ ഒരു മെയിൻ ഹെഡർ അല്ല, ഇവിടെ നമുക്കിവിടെ ഹെഡർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കണം. എന്നിട്ട് ഈ ഹെഡർ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ലേഔട്ടിലല്ല നമ്മളിവിടെ കൊടുക്കുന്നത്. ആക്ച്വലി നമ്മൾ മെയിൻ ഹെഡറിനകത്തായിരിക്കും ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അതിന് നമ്മളിവിടെ ഒരു ബ്രാക്കറ്റ് ഇടാം. എന്നിട്ട് നമ്മളിവിടെ ഒരു ഫ്രാഗ്മെന്റ് ആഡ് ചെയ്തു. അതിനകത്ത് നമ്മളിവിടെ ഹെഡർ ബാക്ക്ഗ്രൗണ്ട് നമ്മളിവിടെ ഓക്കെ ഇത്രയും സെലക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഫോർമാറ്റ് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ HTML ഉണ്ടല്ലോ ഫോർമാറ്റിംഗ്. ഓക്കെ, type void is not assignable to type React node.
ഇവിടെ നമ്മൾ റിട്ടേൺ എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, ഇവിടെ റിട്ടേൺ കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ എറർ അടിച്ചത്. ഓക്കെ, നമുക്കിത് സേവ് ചെയ്തിട്ട് നമുക്കിവിടെ നോക്കാം. ഓക്കെ, നമ്മുടെ ഇവിടെ കോമ്പോണന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കിലൊരു ബ്രൗൺ കളറുള്ളൊരു നമ്മുടെ സ്റ്റൈലിംഗ് SVG ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളെ ഒരു കസ്റ്റം കോമ്പോണന്റ്. നമ്മളൊരു അഡീഷണൽ കസ്റ്റം കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ മൊഡ്യൂൾ CSS എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് ഇവിടെ നോക്കിയായിരുന്നു. സോ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കൺസോളിനകത്ത് നമുക്കൊരു ഇമേജ് വിത്ത് SRC വാസ് ഡിറ്റക്റ്റഡ് ആസ് ദ ലാർജസ്റ്റ് കണ്ടന്റ് പെയിന്റ്. പ്ലീസ് ആഡ് ദ പ്രയോറിറ്റി പ്രോപ്പർട്ടി വിത്ത് ദിസ് ഇമേജസ് അബൌവ് ദ ഫോൾഡ്. അപ്പോൾ ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു വാർണിംഗ് കാണിക്കുകയാണെങ്കിൽ നമ്മളിവിടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കും. ഇമേജ് പ്രയോറിറ്റി ഓക്കെ, സോ ആ ഒരു വാർണിംഗ് പോയി. ഓക്കെ, സോ നമ്മൾ പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഇമേജ് കോമ്പോണന്റ് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയായിരുന്നു. അതുപോലെ നമുക്ക് ഒരു അഡീഷണൽ കസ്റ്റം കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ മൊഡ്യൂൾ നമുക്ക് CSS മൊഡ്യൂൾ നമുക്ക് എങ്ങനെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാമെന്ന് നമ്മളിവിടെ നോക്കിയായിരുന്നു. സോ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടാം. ഓക്കെ, ബൈ.